എന്താ അതിന്റെ ഒരു വമ്പ്? 1.5 ലക്ഷം. 1.5 ലക്ഷം എന്നല്ല, കമ്മിറ്റിക്കാര് 3 ലക്ഷം കിട്ടുന്ന ഇറക്കി കൊടുത്തണതേ. പിന്നെ നിങ്ങൾ എന്നാ നടന്നോളിട്ടോ. പരമേട്ടനൊന്ന് കാണണം, പെരുന്നാളൊക്കെ അല്ലേ, നിക്കൊന്ന് ക്ഷണിക്കാണ്ട്. ഞാൻ അവിടെ തന്നെ പോണത്. അതെ, എന്നാ പോവാ. എന്റെ ഫോണല്ലേ ഈ ചേക്കൻ അവിടെയും കൊണ്ടുവച്ചത്. ഇപ്പൊ മകളും കുട്ടികളൊക്കെ വരും. അതെ, ആരും ഇല്ല, മൂപ്പര് ഇല്ല ഇവിടെ. ഇവിടെ കൊണ്ടുപോയി വെച്ചത്. പരമേട്ടോ, ആരാഞ്ഞിപ്പോ അത്? അതാ വരണോ? എന്നാട്ടോ പരമേട്ടാ, പെരുന്നാളാണ്. ചെങ്ങായി, ആ അതെ, അങ്ങനെ ഇരിക്കണ ചെങ്ങായി, ഞാൻ പറയട്ടെ. അപ്പളേ ഇന്ന് പെരുന്നാളാണ്, നമ്മളെ മകളും മരുവനൊക്കെ വരും. നിങ്ങൾ ആരെങ്കിലും ഒരാൾ പറയും. ഞാൻ പറയട്ടെ ചെങ്ങായി, അവിടെ നിങ്ങളോട് പറയും. മകളും മരുവനൊക്കെ കുടിക്ക് വരെ. അപ്പൊ നേരത്തെ വരിക. ആയിക്കോട്ടെ. പിന്നെ അവിടെ ഇരിക്കണ ചെങ്ങായി എന്റെ തീർന്നിട്ടില്ല, എന്തായാലും വരണം. അത് ഉറപ്പല്ലേ? നമ്മള് കൊല്ലമുള്ള പതിവുള്ളതല്ലേ? എന്തായിരിക്കും കാര്യം മനസ്സിലായി. രണ്ടോടത്തേക്ക് ഞാനോ മാക്കുന്നോ ആരെങ്കിലും ഒരാൾ വരും, അതുപോലെ. അത് മതി. ആയിക്കോട്ടെ, എന്നാ വരാ. ആയിക്കോട്ടെ, ശരി. ലീവോ ഒക്കെ കഴിഞ്ഞായി 6 മാസം കഴിഞ്ഞത് അറിഞ്ഞില്ല. അനക്കെത്ര ലീവ്? എനിക്കാകെ 2 മാസം ഉള്ളടാ ലീവ്. 6 മാസം കിട്ടിയിട്ട് എനക്ക് തരുന്നില്ല. എനിക്ക് 2 മാസം കൊണ്ട് എന്ത് കാട്ടാനായാല് അല്ലോ വരുന്നു മാക്കുണ്ണിയ. മാക്കുണ്ണിയോ? എന്റെ 6 മാസം കളഞ്ഞു പോകാനാ. ഞാൻ 2 മാസം കളയണ്ട. വേഗം മുട്ടോ. വേഗം മുട്ടോ. സമയം കണ്ട വേഗം മുട്ടോ. പോയിക്കോ. ഞാൻ മാക്കുണ്ണിയുടെ ഈ കുരിപ്പിന്റെ പോക്കും കൊളാക്കോ. എന്തൊക്കെ കാട്ടണേ? ഇങ്ങോട്ട് തിരിച്ചു പോ. റാഷിയെ, നാളെ പോവല്ലേ? ഇന്റെ വിസർ എന്താടാ? ഇത് ചോദിക്കുമ്പോൾ ഇങ്ങനെ എടുത്തരാനേ. ഞാൻ എന്റെ കട്ടിന്റെ അടിയിൽ ഇങ്ങനെ അട്ടിക്ക് വെച്ചിക്കല്ല. അതിനൊക്കെ കുറെ ചെലവുകളുണ്ട്, പൈസ കുറെ ചെലവുകളുണ്ട്, വേറെയും കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊരു കാര്യം ചെയ്യും, കുറച്ച് കാര്യം കൊടുത്തിട്ട്. പൈസ ഇപ്പൊ പ്രശ്നം അതിന്റെ ഉണ്ടികയിലുണ്ട്. ഞാൻ അതിന്റെ ഉണ്ടിക പൊടിച്ചിലേക്ക് നാളെ കൊടുന്നേരാ. ഉണ്ടിക? എന്റെ ഉണ്ടിക പൊടിച്ചുള്ള പൈസ ഉണ്ട്. നമുക്ക് വിസ മാത്രമാക്കണ്ട, ആ ബുർജ് ഖലീഫ അങ്ങനെ കൊടുന്നേരാൻ എനിക്കാന്. അത് മതിയോ? അതും കിട്ടും. എന്റെ 6 മാസം ലീവ് കളഞ്ഞാ ചേച്ചി വിട്ടാ. പോയിക്കോ. പോ. ഈ ചങ്ങായി പോവാ. എന്താണ് നോക്കണേ? ഞാനേ അവിടെ ഒന്ന് വീണ് സൈക്കിളോണ്ടേ. ഇപ്പോഴും ഈ വീഴ്ച മാറ്റിയിട്ടില്ലേ? എത്ര കൊല്ലം ഇതുകൊണ്ട് തെക്കും മുടക്കം നടക്കാൻ തുടങ്ങിയിട്ട്? അതല്ല പറഞ്ഞു, ഒരു ബൈക്ക് പഠിച്ചാൽ നിങ്ങളോട്. ബൈക്ക് സൈക്കിളിനെ നേരെ ഓടിക്കാൻ വയ്യ, പിന്നെ പൻ്റെ ഒരു ബൈക്ക് ആകുമ്പോൾ ചോട്ടുണ്ടല്ലോ, ആ എക്സോട്ട് കൊടുത്താൽ അങ്ങനെ ബൈക്കോളൂ. അതൊക്കെ പോട്ടെ. പെരുന്നാൾ ക്ഷണിക്കാൻ വേണ്ടിയിട്ട് മുത്തും വന്നിരുന്നു, റഷീദും വന്നിരുന്നു വീട്ടിൽ. രണ്ടോടത്തേക്ക് നമ്മൾ പോകേണ്ടതാ. മുത്തുവിൻ്റെ അവിടേക്ക് ഇതൊന്ന് ചെല്ല്. റഷീദിൻ്റെ വാപ്പയും ഞാൻ തമ്മിൽ അത്രയും അടുപ്പാ. അപ്പോൾ അവിടേക്ക് ഞാനൊന്ന് പോട്ടെ. ഇജ്ജ് മുത്തുവിൻ്റെ അവിടേക്ക് ചെല്ല്. മുത്തക്കാരുടെ അടുത്തേക്കേ ഞാൻ പോകൂല. അവിടെ എന്ന് പോയാൽ കുമ്പളക്കാരിയാണ്. കുമ്പളക്കാരി എന്താ നമ്മളെ വീട്ടിൽ അമ്മ ഉണ്ടാക്കണില്ലേ? നിങ്ങളോട് പോയാൽ എന്ത് വർത്താനാണ് ഈ പറയണത്? എല്ലായിടത്തും ഇപ്പോൾ ഈ കുഴിമന്തി, കോഴി, ആനയും ചേനയൊക്കെ ഉണ്ടാവുമോ? പാവങ്ങൾക്കും വേണ്ട ജീവിക്കുക. അവിടെ കുമ്പളങ്ങ വെച്ചാൽ അത് തിന്നണം. ഇതിപ്പോൾ വെറും കുമ്പളങ്ങ എന്നാവില്ല. ഏതായാലും പെരുന്നാളല്ലേ. എന്ത് പറഞ്ഞാലും വേണില്ല, ഞാൻ പോകൂല. അച്ഛനോട് പോയിക്കോ, ഞാൻ പോകും. ഇത് എന്നിട്ട് എന്താ പരിപാടി? എൻ്റെ ഞാൻ വീട്ടിൽ പോയിട്ട് അമ്മ മീൻകറിയും ചോറും മീൻകറി അണക്കുള്ള അവിടെ അത് നടക്കില്ല കുട്ടിയെ. ഇതൊരു കാര്യം ചെയ്യും, ഇവിടെ നിൽക്ക്. തോൽക്കാന്നല്ലേ എപ്പോഴും തന്താരാ. ഇതെന്നാ പറ്റുകയാണ് റഷീദിൻ്റെ അവിടെ പോയി. ഇവിടേക്ക് ഞാൻ പോയിക്കൊണ്ട് ഇക്ക കുമ്പളങ്ങ എടുക്കാണ് ഞാൻ പോയിക്കൊണ്ട്. അച്ഛൻ സൈക്കിളെ കൊണ്ടേക്കോ, ഞാൻ നടന്നു പോയിക്കൊണ്ട്. എന്താ എൻ്റെ സന്തോഷം. നല്ലോണം തട്ടി പോരാച്ചിട്ട് തന്നെയാണ് നമ്മളെ തട്ടിയത്. ഓ, താങ്ങില്ല. ഇനിയിപ്പോ ഇതും വണ്ടിയും മതി. ഓനിയും താങ്ങണം, ഈ സൈക്കിളും താങ്ങണം തന്നെ. വലിയാലേക്ക് വന്നിട്ടുണ്ടോ? മുത്തുവിന്റെ അവിടെ? മുത്തു ഇവിടെ ഇല്ല. മുത്തു കൂട്ട ഡ്രസ്സ് മാറ്റം പറഞ്ഞിട്ട് ഈ ചോറിക്കണ നേരത്താണ് പോയിരുന്നത്. പെരുന്നമണ് പോയതാണ്. അതെ. ആന്നെയ്യ അല്ല, ഓനെ പണ്ട് കാര്യമില്ല. കുട്ടിയാണെങ്കിൽ യാതൊരു സ്വയം കൊടുക്കുന്നില്ല. അല്ലെങ്കിൽ ഇപ്പോഴത്തെ കുട്ടികൾക്ക് വാശി കുറച്ച് കൂടുതലാണ്. ഇതൊക്കെ തന്താരുവാണല്ലോ. ആന്നേ, ഓനാണ് ഈ കുട്ടികളെ എല്ലാ ഇഷ്ടത്തിനും തുള്ളുന്ന ആളും. നിങ്ങൾ പച്ച നീല ഏതെങ്കിലും ഒക്കെ ഒന്ന് എടുത്തു കൊടുക്കി. മൂപ്പരിപ്പോ
ആ പരമന അറിയില്ലേ മുത്തൂന്റെ മൂത്ത മരുവനാണേ. അതല്ലേ പറഞ്ഞിട്ടില്ലേ എനിക്കറിയാലോ നിങ്ങളെ ഇപ്പൊ പറയുള്ളൂ. അതായത് ചിലപ്പോ നോക്കി ഉമ്മച്ചി തിരക്കൂട്ടുണ്ട്. അതെ ആ വരി എല്ലാരും വരി. ഭക്ഷണം കഴിച്ചാലോ നമുക്ക്? ആ പിന്നെ നിന്നെ ഞാനൊന്ന് പോവാൻ നോട്ടെ. റഷീദിന്റെ അവിടെ പോവാന്നിട്ട് ഒന്ന് പോകണ്ടേ? അതെന്ത്? ഇനി മുത്തു വരാനൊക്കെ നേരം വൈകും. ആ ശരിയാവും. റഷീദ് അത്രയും പറഞ്ഞതാണ്. എന്നാ വീട്ടുകാരോടൊക്കെ ഒന്ന് പറയട്ടോ. ആ പറയാ ശരി. ഈ കുമ്പളക്കാരും ചോറുന്നാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഐഷ് ഇതിനപ്പൊ അച്ഛനോട് തല്ലുപിടി പോകുന്നത് ഞാൻ. ആ ബാബു, ആ എവിടുന്ന പറഞ്ഞോട്ടാ വരുന്നേ? ഇത് നമ്മളെ മുത്തുവിന്റെ അവിടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പൊ നല്ല തട്ടടിച്ചാണല്ലോ വരുന്നേ. ആ മുത്തുവിന്റെ അവിടെ ആയിരുന്നു ഇന്നത്തെ പെരുന്നാളെ. അല്ല അപ്പൊ നിങ്ങൾ ഒറ്റക്ക പോയത് മാക്കുണിയെ കൊണ്ടുപോയിട്ടില്ലേ? ഇല്ല, ഓനാ റഷീദിന്റെ അവിടേക്ക് പറഞ്ഞയച്ചു. അവിടെ ക്ഷണുണ്ടോ? ആ അവിടെ ഞാൻ ഏതായാലും നല്ല തട്ടി വരികയല്ലേ. ഇതാണ് കുടിച്ചോളി, സെവനപ്പാണ് ദഹിക്കാൻ തന്നു. അത് ശരിയാ. അച്ഛാ സെയിം പിച്ച്. എന്ത് ചെയ്യിപ്പിച്ച് ഇന്ന് റഷീദ്ഖാനോടും കുമ്പളക്കാരും ചോറുമാണ്. ആണക്ക് പറ്റണടാ, പറ്റണം. അത് അതിനോട് ഞാൻ മര്യാദക്ക് പറഞ്ഞില്ലേ മുത്തുവിന്റെ അവിടേക്ക് പോയിക്കോന്ന്. അവിടെ നിന്ന് ഗംഭീര പരിപാടിയാ, വിരുന്നും കാര്യങ്ങളും, കുഴിമന്തി. നോണ പറയാണ്. എന്ത് നോണ പറ്റിക്കാൻ പോയൊക്കെ പല്ല് കുത്തിട്ട് ഞാൻ വരുന്നത്. അച്ഛന്റെ കയ്യെന്ന് മണത്തവട്ടെ. എന്താടാ കാട്ടണത്? മന്തിയോ? മന്തി മാത്രമൊന്നല്ല, വേറെ കുറെ സാധനങ്ങൾ, സലാഡ് വരെ സാധനങ്ങൾ. മാക്കുണ്ണി അടക്ക് ഇപ്പൊ അവിടെ വെറും ചോറായിരുന്നു. ഇന്നവിടെ വെറും ചോറും കുമ്പളക്കാരിയാണേ. അടക്ക് യോഗല്ല മാക്കുണ്ണി. എന്താ എന്നെ പറഞ്ഞിട്ട് കാര്യം? അപ്പൊ റഷീദ് വേറെ കാര്യം പറഞ്ഞായിരുന്നു, ഒരു വിരുന്നിന്റെ കാര്യം കൂടി പറഞ്ഞതാ. ഇനിയിപ്പോ എന്താന്നാവോ? ആ വിരുന്ന് 4-ാം പെരുന്നാക്കാണേ. അതിനോട് അച്ഛനോട് പറഞ്ഞില്ലല്ലോ. അത് വരുന്നല്ലോ. അന്ന് മന്തി, അന്ന് ഞാൻ പോകും. അന്ന് ചെല്ല, അതാ ഞാനാ മുന്നോട്. ഓനിക്കേ അതിനുള്ള യോഗല്ല. നിങ്ങൾക്കാണ് ഇപ്പൊ ആ യോഗ ഞാൻ കാണുന്നത്. അത് പറഞ്ഞ കാര്യ. നിങ്ങള് എങ്ങനെ വീണാലും 4 കാലും നിങ്ങൾ വീണത്. അത് ചെറുപ്പം തൊട്ടിട്ട് ഞാൻ അങ്ങനെ ഇന്നലെ ഭാഗ്യണ്ട്. ആ ചെക്കനെ മുഷിപ്പിക്കണ്ട, പോയിട്ട് മന്തി എന്തിനും പൊടിച്ചു പിടിക്കും. എന്ത് പെരുന്നാളാ, നല്ല ദിവസാ. മന്തിയാ നല്ല മത്തി കൂട്ടണ്ടേ? നിങ്ങൾ എന്നും ഈ മത്തിയും മറ്റേത് 1 കിലോ മത്തിക്ക് 300-350 ഉറുപ്പിക കൊടുക്കണം. ആ ജാതി മത്തിയാണ് അവിടെ. ഞങ്ങൾ പോയി മേടിച്ചു കൊടുക്കും. എനിക്ക് ഞാൻ പോയി